Class 7, Chapter 6, Anyay Ka Virodh. Before starting the video, if you want more videos, please write which class, chapter name and chapter number in the comment box. Please like, share and subscribe this channel to get more videos. Class തുടങ്ങാം. अन्याय का विरोध. मैंने अपने बच्चों की देखभाल के लिए एक गवर्नेंस का प्रबंध किया. गवर्नेंस പറഞ്ഞു കഴിഞ്ഞാൽ a lady who take care of children. Okay. वह बड़ी ईमानदारी और मेहनत से दिन भर काम में लगी रहती. ആ ഗവർണൻസ് അതായത് കുട്ടികളെ നോക്കണ ആൾ ഇമാൻദാരി പറഞ്ഞു കഴിഞ്ഞാൽ ഓണസ്റ്റും സത്യസന്ധതയും, മെഹനത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്കിങ്ങും. ഓക്കെ, എപ്പോഴും പണി ചെയ്യും. बच्चों का ध्यान रखती, കുട്ടികളെ നോക്കും. प्रेम भाव से उन्हें अच्छी शिक्षा देती. हाँ वह बोलती बहुत कम थी. സ്നേഹത്തോടെ അവരെ നോക്കും, പഠിപ്പിക്കും, പക്ഷെ കുറച്ചേ സംസാരിക്കുള്ളൂ, അത് കുഴപ്പമില്ല. लगभग 2 महीने बीत गए. मैं बच्चों की ओर से निश्चिंत था और गवर्नेंस जूलिया से പൂരി തര സന്തുഷ്ട. അതായത് 2 മാസം കഴിഞ്ഞു. ഞാൻ കുട്ടികളുടെ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അവർ നോക്കിയപ്പോൾ കുട്ടികൾ എങ്ങനെയുണ്ടായി അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് നോക്കി. അതൊക്കെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ജൂലിയ കോ അഭി തക് തൻഖ്വാ നഹി ദി ഗയി थी. തൻഖ്വാ പറഞ്ഞു കഴിഞ്ഞാൽ സാലറി, അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. और ना ही उसने इसकी मांग की थी. അവരും ഇങ്ങടേക്കൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. एक दिन मैंने ജൂലിയ को अपने कमरे में बुलाया. ഒരു ദിവസം ഞാൻ ജൂലിയെ എൻ്റെ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, कहा बैठो ജൂലിയ, मैं तुम्हारी तनख्वाह के बारे में बात करना चाहता हूँ. ഇരിക്കൂ, ഞാൻ നിൻ്റെ സാലറിയെക്കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചത്. तुम्हें रुपये पैसे की ज़रूरत होगी और जितना मैं तुम्हें समझ सकता हूँ तुम स्वयं तो अपने पैसे मांगोगी नहीं. നിനക്കും പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ടാവും, പക്ഷേ നിൻ്റെ അഭിപ്രായത്തിൽ, നിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നീയായിട്ട് ഇതൊന്നും ചോദിക്കില്ല. तुम्हारी तनख्वाह तय हुई थी 30 रूबल. ठीक है ना. അപ്പോൾ എൻ്റെ സാലറി 30 റൂബൽ. റൂബൽ പറഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ കോയിൻ, റുപ്പി എന്ന് പറയണ പോലെയാണ്. റൂസിൻ്റെ കോയിനാണ് റൂബൽ. അപ്പോൾ എൻ്റെ സാലറി എന്ന് പറയണത് 30 റൂബൽ അല്ലേ. അപ്പോൾ റൂബൽ ജൂലിയ പറഞ്ഞു, ജി നെഹി 40 റൂബൽ. ജൂലിയ ദബേ സ്വറിനെ ബോലി. ദബേ സ്വർ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടഞ്ഞ ശബ്ദത്തിൽ, അതായത് നല്ല കൈൻഡായിട്ട് പറഞ്ഞു. അല്ല, 40 റൂബൽ, 40 രൂപലായിരുന്നു. नहीं जूलिया, तुम भूल रही हो, तुमने 40 कहे थे पर बात 30 की ही തയ ഹുയി തി. അല്ല, നീ മറന്നതായിരിക്കും, 40 ഒക്കെ സംസാരിച്ചു, അതായത് 40 രൂപ പറഞ്ഞു, പക്ഷെ നമ്മൾ ലാസ്റ്റ് ഡിസൈഡ് ആയത് 30 രൂപൽ ആണ്. मैंने डायरी में नोट किया है. ഞാൻ ഡയറിയിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. अच्छा तो तुम्हें हमारे यहाँ काम करते 2 महीने हुए हैं. ഓ, ഞാൻ ഡയറിയിൽ നോട്ട് ചെയ്തിട്ടുണ്ട്, അപ്പം നീ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മാസമായി. जी नहीं 2 महीने और 5 दिन. വേ കുച്ച് സങ്കോച്ച് സെ ബോലി. അവൾ സങ്കോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മടിയോടെ പറഞ്ഞു. 2 മാസമല്ല, 2 മാസവും 5 ദിവസവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്യാ കേത്തി ഹോ, मैंने तो डायरी में താരീഖ് ലിഖി ഹുയി ഹെ. എന്താ പറയണേ, ഞാൻ ഡയറിയിൽ ഡേറ്റ് എഴുതിയിട്ടുണ്ടല്ലോ. താരീഖ് പറഞ്ഞാൽ ഡേറ്റ്, താരീഖ് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ്. 2 महीने के हुए 60 रूबल. 60 രൂപയായി. लेकिन 60 तो तब बनेंगे जब तुमने पूरे 60 ही दिन काम किया हो. നീ മുഴുവൻ 60 ദിവസം ചെയ്താലല്ലേ 60 രൂപ ആവുള്ളൂ. रविवार को तुम छुट्टी करती हो. സൺഡേസ് എപ്പോൾ, സൺഡേ ആണ് രവിവാർ. സൺഡേ നീ എപ്പോഴും ലീവ് എടുക്കും. और फिर शाम के समय कोलिया को घुमाने ही ले जाती हो. കോല്യ മകനാണ്, അപ്പോൾ കോല്യെ നീ കറങ്ങാൻ കൊണ്ടുപോകൂലോ. इसके अतिरिक्त तुम्हारी 3 छुट्टियाँ और भी है. ഇതും കൂടാണ്ട് നീ 3 ദിവസം കൂടി ചുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ജൂലിയ കാ ചെഹര പീല പട് ഗയ. ചെഹര പീല പട്ന പറഞ്ഞാൽ വെളരിപ്പോയി. वह अपनी फ्रॉक पर बार बार हाथ फेरती. उसकी सलवटें दूर करने लगी पर उसके मुख से एक शब्द भी नहीं निकला. സങ്കടമൊക്കെ കാരണം നമ്മളിപ്പോൾ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കും. പിന്നെ സൽവട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിനെ നൂർത്തി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ തെറ്റായ കാര്യമാണ് നടക്കണമെങ്കിലും ജൂലിയ ഒരു അക്ഷരം മിണ്ടിയില്ല. हाँ
तो 3 छुट्टियाँ और 9 रविवार हो गए 12 दिन. അപ്പോൾ 3 ദിവസം छुट्टिയും 9 संडे ആയപ്പോൾ टोटल 12 डेज. उधर कोलिया 4 दिन तक बीमार था और तुमने सिर्फ वान्या को ही पढ़ाया. അപ്പോൾ മകന് 4 ദിവസം പനിയായിരുന്നു, ബീമാർ പറഞ്ഞ പനിയായിരുന്നു. और सिर्फ तुमने वान्या को ही पढ़ाया. वान्या मകളെ മാത്രമേ പഠിപ്പിച്ചുള്ളൂ. हाँ हाँ, 3 दिन तुम्हारे दांत में दर्द था और मेरी पत्नी ने आधे दिन के बाद तुम्हें घर जाने को कह दिया था. ഇതിൻ്റെ കൂടെ 3 ദിവസം നിനക്ക് പല്ലുവേദനയായിരുന്നു, അത് കാരണം എൻ്റെ ഭാര്യ പകുതി ഹാഫ് ഡേ ആയിട്ട് നിൻ്റെ അടുത്ത് വീട്ടിലേക്ക് പോകാനും പറഞ്ഞു. 12 और 7 हुए 19. അപ്പോൾ 12 + 7 19 डेज. 60 में से 19 दिन का नागा घटाए तो बचे 41 हुए 41 रूबल. क्यों? ठीक है ना. 60 ദിവസത്തിൽ നിന്ന് 19 ഡേയ്സിൻ്റെ കുറച്ചും കൂടി മാറ്റിയപ്പോഴേക്കും ഇപ്പോൾ ടോട്ടൽ എത്രയായി? 41 ഡേയ്സ്. അപ്പോൾ 41 റൂബൽ ശരിയല്ലേ എന്ന് ചോദിച്ചു. ജൂലിയ की आंखें ആസുവേ സേ തർത്തി. അതായത് കണ്ണിൽ വെള്ളം ഫുൾ നിറഞ്ഞു, കാരണം ശരിയല്ല നടക്കണത്. ഉസ്നെ ഗല സാഫ് കിയ മാനോ കുച്ച് कहना चाहती हो पर बोली कुछ नहीं. അവൾ തൊണ്ടയൊക്കെ ശരിയാക്കി എന്തോ പറയാൻ വേണ്ടി, പക്ഷെ ഒന്നും പറഞ്ഞില്ല. मैंने अपनी डायरी देखते हुए कहा, हाँ याद आया, 1 जनवरी को तुमने हमारी चाय की प्लेट और प्याला तोड़ा था. ആ ഇപ്പോഴാണ് ഓർമ്മ വന്നേ, ജനുവരി 1 നീ ഞങ്ങളുടെ ചായയുടെ പ്ലേറ്റും കപ്പും സോസറുണ്ടല്ലോ അത് പൊട്ടിച്ചു. പ്യാല ബഹുത് കീമത്തി था. ആ ബൗള് കീമത്തി ആയിരുന്നു, കോസ്റ്റ്ലി. ചലോ ഉസ്കെ 2 റൂബൽ ഹി കാട്ടൂങ്ക. അതിൻ്റെ 2 റൂബൽ മാത്രമേ ഞാൻ കുറയ്ക്കുള്ളൂ. देखो तुमने ध्यान नहीं रखा और कौलिया वृक्ष पर चढ़ गया. उसकी ജാക്കറ്റ് ഫട്ട് ഗയി. 10 റൂബൽ ഉസ്കെ കട്ട് ഗയെ. നീ ശ്രദ്ധിച്ചില്ല, അത് കാരണം കൗലിയ മരത്തിൽ കയറി, അവൻ്റെ ജാക്കറ്റ് കീറി. അതിൻ്റെ 10 റൂബൽ 10 റൂബലും കൂടി ഞാൻ മാറ്റും. मैं कुछ देर रुका. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. फिर बोला तुम्हारी लापरवाही के कारण वान्या के जूते चोरी हो गए. लापरवाही പറയുമ്പോൾ കെയർലെസ്നെസ് കാരണം വാന്യയുടെ ഇത് ഷൂസും കളവ് പോയി. तुम्हारा काम बच्चों की ही देखभाल नहीं, उनकी वस्तुओं का ध्यान रखना भी है. നിൻ്റെ പണി കുട്ടികളുടെ കാര്യം മാത്രം നോക്കാനല്ല, കുട്ടികളുടെ സാധനങ്ങളുടെ കാര്യം കൂടി ശ്രദ്ധിക്കണം. अब पैसे तो कटेंगे ही, तो जूते के लिए 5 रूबल और कट गए. അപ്പോൾ അതിൻ്റെ കൂടെ 5 റൂബലും കൂടി വെട്ടി. और हाँ, 10 जनवरी को मैंने तुम्हें 10 जनवरी को मैंने तुम्हें 10 रूबल दिए थे ना. അപ്പോൾ 10 जनवरीക്ക് ഞാൻ നിനക്ക് 10 റൂബൽ തന്നിട്ടുണ്ടായിരുന്നില്ലേ? जी नहीं, आपने तो मुझे कुछ नहीं, ജൂലിയ ने दबी जबान से कहने का प्रयास किया. പിന്നെ അടഞ്ഞ ശബ്ദത്തിൽ അവൾ പറയാൻ ശ്രമിച്ചു, നിങ്ങൾ എനിക്ക് ഒന്നും തന്നില്ലല്ലോ എന്ന്. मैं क्या झूठ बोल रहा हूँ? हर बात डायरी में लिखी है. तुम्हें विश्वास ना हो तो देख लो, दिखाओ. ഞാൻ എന്താ കള്ളം പറഞ്ഞതാണോ? എല്ലാ കാര്യങ്ങളും ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇത് കാണിച്ചു തരട്ടെ. जी नहीं, आप कह रहे हो तो दिए होंगे. ഇല്ല, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ടാവും. शायद मैं भूल അശ്രു ഭരേ സ്വരമേ ഉസ്നെ കഹ. കണ്ണീരോടെയുള്ള സ്വരത്തിൽ അവൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ശരിയായിരിക്കും. ഷായദ് മേ ഭൂൽ, ഞാൻ തന്നെ മറന്നുണ്ടാവും. മേ കഠോർ ഹോ ഉഠാ ഓർ ബോല, ദിയേ ഹോങ്കെ നഹി ദിയേ ഹേ. ഞാൻ ഹാർഷ് വോയിസിൽ പറയാൻ തുടങ്ങി. തന്നിട്ടുണ്ടാവും എന്നല്ല, തന്നിട്ടുണ്ട്. अब 41 में से 27 घटाओ, ബാക്കി ബचे 14. അപ്പോൾ 41 പിന്നെയും 27 റുപ്പീസ് മാറ്റിയാൽ ഇനി 14 റുപ്പീസാണ്. ക്യൂ ठीक है ना हिसाब? और कुछ ശരിയല്ലേ കണക്ക്? ഇനി വല്ലതുണ്ടോ? जूलिया ने आंसुओं से भरी आंखें ऊपर उठाई और बोली. എന്താ കണ്ണീര് നിറഞ്ഞ കണ്ണുകൊണ്ട് കണ്ണ് മാത്രം മുകളിലേക്കാക്കി പറഞ്ഞു, मुझे अभी तक एक ही बार 3 रूबल मिले थे. എനിക്ക് ഇതുവരെ 3 റൂബലേ കിട്ടിയിട്ടുള്ളൂ. आपकी पत्नी ने दिए थे सिर्फ 3 रूबल, अधिक नहीं. നിങ്ങളുടെ ഭാര്യ എനിക്ക് തന്നിട്ടുണ്ട് 3 റൂബൽ. ആശ്ചര്യചകിത് होते हुए मैंने कहा. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ഞാൻ പറഞ്ഞു, क्या कहा? इतनी बड़ी बात तुम्हारी मालकिन ने बताई क्यों नहीं? ഇത്രയും വലിയ കാര്യം എന്താ അവൾ പറഞ്ഞില്ല? देखो हो जाता है ना अनर्थ. അനർത്ഥം പറഞ്ഞാൽ അനർത്ഥം സംഭവിച്ചു പോയേനെ. ഇനിയിപ്പോൾ അനർത്ഥം സംഭവിച്ചു പോയേനെ, ഒരു ദുരന്തം പോലെ തെറ്റായ കാര്യം ഇപ്പോൾ നടന്നേനെ.
अच्छा कोई बात नहीं, 3 रूबल भी घटा लेता हूँ. अब शेष बचे 11 रूബൽ. അപ്പം 14-ന് 3 രൂപയും കൂടി കട്ട് ചെയ്തിട്ട് ഇപ്പം 11 രൂപയായി, റൂബൽ ആയി. ലോ ദേഖ് ലോ, അബ് തും ബി ഗിൻ ലോ. എന്നാ നോക്കിക്കോ, നീയും എണ്ണിക്കോ. 11 രൂപൽ കൊടുത്തിട്ട് നീയും എണ്ണിക്കോ എന്ന് പറഞ്ഞു. कांपते हुए हाथों से 11 रूबल लेकर ജൂലിയ ने अपने फ्रॉक के जेब में ठूसे. അത് 11 രൂപൽ എടുത്തു, എന്നിട്ട് ഫ്രോക്കിൻ്റെ പോക്കറ്റിൽ വെച്ചു. ഫിർ ഭരോയി ഹുയി വിനീത് ആവാസ് മേ ബോലി ജി ധന്യവാദ്. കണ്ണീരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ അടഞ്ഞ ശബ്ദത്തിലൊക്കെ വിനീതായിട്ട് പറഞ്ഞു താങ്ക് യു. മേ ക്രോധ് സെ ഉബൽ ഉബൽ ഉട്ട് രഹാ താ. പക്ഷേ എനിക്ക് ദേഷ്യം വന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ഇതൊക്കെ കണ്ടിട്ട്. कमरे में चक्कर लगाता हुआ अपने क्रोध पर काबू पाता हुआ कठोर स्वर में बोला. അതായത് റൂമിൽ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി ദേഷ്യം കാരണം. പക്ഷേ ദേഷ്യം അങ്ങോട്ട് അടങ്ങുണ്ടായിരുന്നില്ല. അത് കാരണം ഹാർഷ് വോയിസിൽ പറഞ്ഞു, ധന്യവാദ്. ധന്യവാദ് കിസ് ബാത് കാ? താങ്ക് യു എന്തിൻ്റെ? ആപ്നെ മുझे पैसे दिए इस बात का. അപ്പോൾ നിങ്ങളെനിക്ക് പൈസ തന്നു അതിൻ്റെ താങ്ക് യു. मैं अधिक ना सह सका. എനിക്ക് ദേഷ്യം വന്ന് മതിയായി. लगभग चिल्लाते हुए उच्च स्वर में बोला. ഒച്ച വെച്ചിട്ട് ഞാൻ പറഞ്ഞു, मुझे धन्यवाद दे रही हो? तुम अच्छी तरह समझती हो कि मैंने तुम्हें ठग लिया है. എനിക്ക് താങ്ക് യു പറയണോ? നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ നിന്നെ വഞ്ചിച്ചു എന്ന്. ठग लिया പറഞ്ഞാൽ വഞ്ചിക്കുക. तुम्हें धोखा दिया है, നിന്നെ ചീറ്റ് ചെയ്തു. तो चीट, धोखा പറഞ്ഞാൽ ചീറ്റ്. तुम्हारे पैसे मार लिए हैं और तुम कहती हो धन्यवाद. നിൻ്റെ പൈസ ഞാൻ ഒരു തരത്തിലൊരു മോഷണം തന്നെയായി, അല്ലെങ്കിൽ മാറ്റി വെച്ചു, എന്നിട്ടും നീ എനിക്ക് താങ്ക് യു പറയണോ? जी हाँ, इससे पहले मैंने जहाँ जहाँ काम किया उन लोगों ने भी मुझे 1 रूबल भी नहीं दिया. आप कुछ तो दे रहे हैं. ഇതിനു മുമ്പേ ഞാൻ എവിടെയൊക്കെ പണി ചെയ്തു അവരെനിക്ക് ഒന്നും തന്നിട്ടില്ല, നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും തന്നൂലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, क्या कुछ भी नहीं दिया? पर जूलिया, मुझे तुम्हारी बात सुनकर ज़रा सा भी ആശ്ചര്യം नहीं हो रहा. എന്താ ഒന്നും തന്നില്ലേ? പക്ഷെ നിൻ്റെ വർത്താനം കേട്ടിട്ട് എനിക്കധികം സർപ്രൈസ് ഒന്നും ആവണില്ല. अपने स्वर को धीमा और मधुर कर मैं फिर बोला. അപ്പോൾ കുറച്ചൊന്ന് അടങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു, ജൂലിയ, मुझे क्षमा करना, मैंने तुम्हारे साथ अत्यंत क्रूर मजाक किया है. ജൂലിയ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിൻ്റെ അടുത്ത് നല്ലോണം, അതായത് ക്രൂരമായിട്ട് തന്നെയാണ് കള്ളത്തരം കാണിച്ചത്. मैं तुम्हारे आंसू देख रहा था पर मैं तुम्हें सबक सिखाना चाहता था. നിൻ്റെ കണ്ണീര് കണ്ടു, പക്ഷെ നിന്നെ ഒരു പാഠം പഠിപ്പിക്കാനായിരുന്നു. मैं तुम्हारा 1 रूबल भी नहीं काटूंगा. ഞാൻ നിൻ്റെ 1 रूबल പോലും കട്ട് ചെയ്യില്ല. देखो इधर मैंने तुम्हारे 80 रूबल अलग रखे हैं. നോക്ക്, നിൻ്റെ ഞാൻ 80 रूबल വേറെ വെച്ചിട്ടുണ്ട്. पर उससे पहले मेरे एक प्रश्न का उत्तर दो. क्या ज़रूरी है कि भला इंसान कहलाने के लिए किसी को इतना भीरू, दब्बू और बोधा बनने की अपने ऊपर होने वाला अन्याय के प्रति मुँह से आवाज़ भी ना निकालो? 80 रूबൽ 80 रूബൽ ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ തരൂ. ഇത്രയും ഭല ഇൻസാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഭീരു, ദബ്ബു ഓർ ബോധ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭീരു ടിമിഡ്, ബോധ ദബ്ബു മീക്ക് ആൻഡ് ബോധ പറഞ്ഞാൽ വീക്ക്, അതായത് എന്താ പറയുക, ദുർബലനും സഹനശീലത്തെയും ഉള്ള, അതായത് സഹിക്കണ ഉള്ള ഒരു പേഴ്സണായിട്ടാണോ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് തെരുപ്പറൂറിന് പോലെ അന്യായക്കെ പ്രതി ഒരു അന്യായമാണ് ഇവിടെ നടക്കുന്നത്, അതിൻ്റെ പ്രതിയും അല്ലെങ്കിൽ അതിൻ്റെ എതിർത്തും ഒരു വാക്കും മിണ്ടാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗുഡ് പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സഹിക്കുക എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? अन्याय का विरोध ना करे और बस चुपचाप सब सहन करता जाए. അന്യായം നടക്കണതിന് എഗെയിൻസ്റ്റും പറയുന്നില്ല, പിന്നെ എല്ലാം അങ്ങോട്ട് സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നേ. नहीं जूलिया, मैं इसे स्वीकार नहीं करता और ना ही तुम्हें करने दूंगा. ഇല്ല ജൂലിയ, ഞാൻ ഇത് ഒരിക്കലും ആക്സെപ്റ്റും ചെയ്യില്ല, നീയും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. तुम चुप रहकर अन्यायी को और अधिक अन्याय करने के लिए प्रोत्साहित कर रहे हो. നീ മിണ്ടാണ്ടിരുന്നിട്ട് ആ തെറ്റ് ചെയ്യണ ആളെയും കൂടുതൽ തെറ്റ് ചെയ്യാൻ നീ പ്രേരിപ്പിക്കുന്നു.
अपने अस्तित्व को बनाए रखने के लिए तुम्हें इस निर्मम तथा ഹൃദയഹീൻ संसार से ലഡ്നാ होगा. നിൻ്റെ അസ്തിത്വം നിനക്ക് നിലനിർത്തണമെങ്കിൽ നീ ഇങ്ങനത്തെ നിർമ്മം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്രൂവലും ഹൃദയഹീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട്ലെസ്സും ക്രൂവലും ഹാർട്ട്ലെസ്സായ ഇപ്പോഴത്തെ ഈ ലോകമുണ്ടല്ലോ അതിൻ്റെ എഗെയിൻസ്റ്റ് നിനക്ക് ജീവിക്കാൻ വേണം, ഫൈറ്റ് ചെയ്യേണ്ടി വരും. ലഡ്നാ ഹോഗ അപ്നി പൂരി ശക്തിക്ക് സാത്ത്. നിനക്ക് ഫുൾ ഓൺ നിൻ്റെ ശക്തി കൊണ്ട് നിനക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഈ संसार में दबू भीरू और कायर लोगों के लिए कोई स्थान नहीं, कोई स्थान नहीं. ഈ ലോകത്ത് വീക്കായത്, സഹനശീലത, ദുർബലരായ അല്ലെങ്കിൽ കായർ കോവർഡ് ഭീരുക്കൾക്ക് ഒരു സ്ഥാനവും ഇല്ല എന്നാണ് ഈ ഇദ്ദേഹം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഡിയേഴ്സിന്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.